പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം നമ്മെ വിശുദ്ധീകരിച്ച് പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നതാണ്. തിരുവചനം പറയുന്നുണ്ട്, സങ്കീർത്തനങ്ങൾ 19:7, കർത്താവിൻ്റെ നിയമം അവികലമാണ്, അത് നമുക്ക് പുതുജീവൻ നൽകുന്നു. പുതുജീവൻ നൽകുന്ന വചനമാണ് കർത്താവിൻ്റെ വചനം. നമ്മെ പുതിയ സൃഷ്ടിയാക്കുന്നതാണ്. പുതിയ സൃഷ്ടിയായി തീരുക എന്നതാണ് പരമപ്രധാനം. പരിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഈ ആഴ്ച വചനം ശ്രവിച്ച് ആ വചനം സ്വീകരിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് യേശുവിൻ്റെ സ്നേഹത്തിൽ വളർന്ന് ആ സ്നേഹം പങ്കുവയ്ക്കുവാനും യേശുവിലേക്ക് നടന്നെടുക്കുവാനുമായിട്ട് നമ്മളെല്ലാവരും വന്ന് ധ്യാനത്തിൽ പങ്കെടുത്തു. ഇവിടുത്തെ ഓരോ ശുശ്രൂഷയിലൂടെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് വളരെ സന്തോഷത്തിൽ നമ്മൾ മടങ്ങിപ്പോവുകയാണ്. അപ്പോൾ നമ്മെ എല്ലാവരെയും ദൈവം ഒത്തിരി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയാം. ദൈവത്തിൻ്റെ അനുഗ്രഹ സ്രോതസ്സായി നിലകൊള്ളുന്ന ഈ ഒരു ഡിവൈൻ ധ്യാന കേന്ദ്രം അനേകർക്ക് ആശ്വാസമായി, സ്വാതന്ത്ര്യമായി, അനുഗ്രഹമായി അനേകരിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുടർന്നും എല്ലാ ആഴ്ചയും നടക്കുന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പുതുജീവനുള്ളവരായി തീരാൻ, പുതുചൈതന്യം പ്രാപിക്കുന്നവരായി തീരാൻ, സന്തോഷവും സമാധാനവും സ്വീകരിച്ച് യേശുവിൻ്റെ സ്നേഹത്തിൽ ആ സ്നേഹം പങ്കുവയ്ക്കുന്നവരായി തീരുവാൻ ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈശോയ്ക്ക് രോഗത്തിന് മേൽ അധികാരമുണ്ട്, ദുഃഖത്തിന് മേൽ അധികാരമുണ്ട്, എല്ലാവിധ തകർച്ചകളുടെ മേലും യേശുവിന് അധികാരമുണ്ട്. അത് യേശു നിനക്ക് വെളിപ്പെടുത്തി തന്ന് നിനക്ക് സൗഖ്യം തരുമ്പോൾ ഈ അധികാരമുള്ള യേശുവിനെ സമാന തകർച്ചയിൽ കഴിയുന്നവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകണം. നമുക്കെല്ലാവർക്കും ഈ സുവിശേഷ വിളി ഈശോ തന്നിട്ടുണ്ട്. നമ്മുടെ ഈ ശരീരത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് നമ്മുടെ ചിന്തയാണ്. ഹല്ലേലൂയ. ചിന്തയിൽ നിന്നാണ് പ്രവൃത്തി ഉണ്ടാകുന്നത്. മനുഷ്യന്റെ എല്ലാ പ്രവൃത്തിയുടെയും പിന്നിൽ അവന് ചിന്തയുണ്ട്. അപ്പൊ ചിന്തയിൽ നിന്നാണ് പ്രവൃത്തി ഉണ്ടാകുന്നത്. ഇനി ചിന്ത എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ചിന്ത വരുന്നത് നമ്മുടെ മെമ്മറിയിൽ നിന്നാണ്, നമ്മുടെ ഓർമ്മയിൽ നിന്നാണ്. ഹല്ലേലൂയ. ഇപ്പോൾ ഒരാൾ അവിടെ നിങ്ങൾ വരുമ്പോൾ ഞാൻ അയാളെ നേരെ നോക്കുകയാണ്. അപ്പം എൻ്റെ മെമ്മറിയാണ് എനിക്ക് പറഞ്ഞു തരുന്നത് അത് നിന്റെ അപ്പനാണ്, നിന്റെ സഹോദരനാണ്, നിന്റെ കൂടെ പഠിച്ച ഇന്ന വ്യക്തിയാണെന്ന് നിന്നോട് പറഞ്ഞു തരുന്നത് മെമ്മറിയാണ്. അപ്പോൾ മെമ്മറി അനുസരിച്ചാണ് അതിൽ നിന്നാണ് ചിന്ത രൂപം കൊള്ളുന്നത്. ഇനി മെമ്മറി എങ്ങനെയാണ് ഉണ്ടാകുന്നത്?
ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് പിറക്കുമ്പോൾ ഉടനെ ആ കൊച്ചു ചിന്തിക്കാൻ തുടങ്ങുന്നില്ല. തലച്ചോറും തലയുമൊക്കെ ഉണ്ടെങ്കിലും കൊച്ചു ചിന്തിക്കാൻ തുടങ്ങുന്നില്ല. കാരണം ചിന്തയ്ക്ക് ആവശ്യമായ ഡേറ്റ കൊച്ചിന് തലയ്ക്കകത്തില്ല. അവിടെ കൊച്ചു ആദ്യമേ ചെയ്യുന്നത് ഡേറ്റ കളക്ഷനാണ്. ഡേറ്റ കളക്ഷൻ എന്ന് പറഞ്ഞാൽ മെമ്മറി ഉണ്ടാക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് മെമ്മറി ഉണ്ടാക്കുന്നത്? നമ്മുടെ 5 ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ് നമ്മളിൽ മെമ്മറി ആയിട്ട് മാറുന്നത്. 5 ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുവോ അതാണ് നമ്മുടെ മെമ്മറി. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വീണ്ടും ഒരു സ്വരം കേൾക്കുകയാണ്. അതിങ്ങനെയാണ്: ആകയാൽ 1 മണിക്കൂറെങ്കിലും നിനക്ക് എന്നോടൊപ്പം ഉണർന്നിരിക്കാൻ പറ്റിയല്ലേ? ഞാൻ പെട്ടെന്ന് എനിക്ക് തിരിച്ചറിവ് കിട്ടി. പേഴ്സണൽ പ്രയറിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. കമ്മ്യൂണിറ്റി പ്രയർ പോരെന്നും 1 മണിക്കൂർ. ഇത് ഗത്സമൻ പൂങ്കാവനത്തിൽ വെച്ച് ഈശോ പറഞ്ഞ വചനമാണ്. ഈശോ തൻ്റെ പീഡാനുഭവത്തിൻ്റെ തലേ രാത്രി തൻ്റെ കുരിശുമരണത്തിന് ഒരുങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. എങ്ങോട്ടാ പോയത്? ഗത്സമൻ പൂങ്കാവനത്തിലേക്ക്. 3 ശിഷ്യന്മാരെ അവിടം വരെ കൊണ്ടുപോയി. അവരെ ഒരു സ്ഥലത്ത് ആക്കിയിട്ട് ഒരു കല്ലേറ് ദൂരം പോയെന്നാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങോട്ട് മാറി ഈശോ മുട്ടുകൊത്തി നിന്ന് പിതാവിനെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം പിറ്റേ ദിവസത്തെ പീഡാനുഭവവും കുരിശുമരണവും എല്ലാം ഈശോയുടെ കൺമുമ്പിലേക്ക് കാണാൻ പിതാവ് അവസരം കൊടുത്തു. സഹിക്കവയ്യാത്ത വേദന, ശരീരം മുഴുവൻ രക്തം വിയർക്കാൻ തുടങ്ങി. അപ്പോൾ ആശ്വാസം തേടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. പുറകോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ കൂടെ കൊണ്ടുവന്നവർ കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുകയാണ്. ഈശോ അവരുടെ അടുത്ത് നിന്ന് ചോദിച്ചു: ആകയാൽ 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് എന്നോടൊപ്പം ഉണർന്നിരിക്കാൻ കഴിഞ്ഞില്ലേ? ഏതായാലും ആ ചോദ്യം അവരോട് ചോദിച്ച ചോദ്യം എന്നോട് ചോദിച്ചു. ആകയാൽ 1 മണിക്കൂറെങ്കിലും നിനക്ക് എന്നോടൊപ്പം ഉണർന്നിരിക്കാൻ കഴിയില്ലേ? ഇത് പ്രായപൂർത്തിയായ എല്ലാവരോടുമുള്ള കർത്താവിൻ്റെ ചോദ്യമാണ്. കാരണം എന്താണ്? ലോകം മുഴുവൻ കഞ്ചാവിനും മദ്യത്തിനും കൊലപാതകത്തിനും ആത്മഹത്യയ്ക്കും അടിമപ്പെടുന്ന ഒരു കാലഘട്ടം. നീ അങ്ങനെ ചുമ്മാ ഇരുന്നാ പോരാ. നീ മുട്ടുകുത്തി നിന്നും എഴുന്നേറ്റ് നിന്നും കൈകൾ വിരിച്ചും ചുറ്റുമുള്ള ലോകത്തിന് വേണ്ടി, ഭരണകർത്താക്കൾക്ക് വേണ്ടി, നേതാക്കന്മാർക്ക് വേണ്ടി കരഞ്ഞ് എന്നവണ്ണം പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ, കരുണയായിരിക്കണമേ, ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. എൻ്റെ പേര് തങ്കച്ചൻ. ഇതെൻ്റെ ഭാര്യയാണ് ഷീജ. ഞങ്ങൾ തൃശ്ശൂർ മണ്ണുത്തിൽ നിന്ന് വരുന്നു. ഞങ്ങൾക്ക് ഈ ധ്യാനത്തിനെ സംബന്ധിച്ച് വളരെ നല്ല അഭിപ്രായമാണ്. ഇവിടെ വന്നതിൽ നല്ല സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല ഉന്മേഷവും ഭക്ഷണങ്ങളും അച്ഛന്മാരുടെ കൗൺസിലിംഗ് ഒക്കെ വളരെ മനോഹരമാണ്. നമുക്കൊരു ബോറടി ഇല്ലാത്തൊരു സംഭവമാണിത്. ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല സന്തോഷം മനസ്സിന് എല്ലാവർക്കും ആയിരിക്കും. ഇനിയും ഞങ്ങൾ ധ്യാനത്തിൽ വരും. അപ്പൊ നമ്മള് ലേഖന ഭാഗത്ത് വായിച്ചു കേട്ടതാവും. അപ്പോസ്തലപ്രവർത്തനം 2-ാം അധ്യായത്തിൽ നിന്ന് പെന്തക്കോസ്ത് ദിവസം അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആകാശം നിന്ന് കൊടുങ്കാറ്റ് പോലെ ശബ്ദം. അവർ സമ്മേളിച്ചിരുന്ന ഭവനം മുഴുവൻ വന്ന് നിറഞ്ഞു. അഗ്നിജാലകൾ പോലെ തീനാളുകൾ അവിടെ ഓരോരുത്തരുടെ മേൽ വന്നിരുന്നു. അവരെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അപ്പൊ പന്തക്കുസ്ത തിരുനാളിൽ ആരംഭിച്ച ഈ ധ്യാനം, ഈ പന്തക്കുസ്ത തിരുനാളിന്റെ ആഴ്ചയിൽ വചനം കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഇന്നു മുതൽ എന്നും നിന്റെ ജീവിതത്തിൽ ഒരു പന്തക്കുസ്ത അനുഭവമാകണം.
യേശയ 59:1-2 വചനങ്ങൾ. ഐസയ 59:1-2. യേശയ 59:1-2 വചനങ്ങൾ. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകി പോയിട്ടില്ല. പ്രാർത്ഥന കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെ തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. നമ്മുടെ ഓരോ പാപവും ഒരു വലിയ ദുരന്തം ഉണ്ടാക്കുന്നുണ്ട്. 1 പത്രോസ് 3:12. 1 പത്രോസ് 3:12. കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകളുടെ നേരെയും തിരിഞ്ഞിരിക്കുന്നു. എന്നാൽ തിന്മ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് അവിടുന്ന് മുഖം മറച്ചിരിക്കുന്നു. ഞാൻ ഒന്നുകൂടെ വായിക്കാം. കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകളുടെ നേരെ തിരിഞ്ഞിരിക്കുന്നു. എന്നാൽ തിന്മ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് അവിടുന്ന് മുഖം മറച്ചിരിക്കുന്നു. നിർവൃത്താന്തം 2-ാം പുസ്തകം 7-ാം അധ്യായം 14-ാം തിരുവചനം. എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങൾ പിന്തിരിയുകയും ചെയ്താൽ സ്വർഗത്തിൽ ഞാൻ അവരുടെ പ്രാർത്ഥന കേൾക്കും, അവരുടെ പാപം ക്ഷമിക്കും, അവരുടെ ദേശം സമ്പുഷ്ടമാക്കും. ഞാൻ അനുമോൾ ജോർജ്, എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഡിവൈനിൽ ആദ്യമായിട്ടാണ് വരുന്നത്. എനിക്കറിയത്തില്ലായിരുന്നു ഇവിടെ ഇതുപോലെ വലിയൊരു ട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ള കാര്യം. ഞാനിവിടെ വന്നേ പിന്നെ അറിയുന്നത്. ദൈവത്തിൻ്റെ കരുണ അത് വളരെ നന്നായിട്ട് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നു. ഇവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളും എനിക്ക് വലിയ അത്ഭുതങ്ങളാണ് തരുന്നത്. ദൈവത്തിന് നന്ദി. പ്രിയമുള്ളവരെ, നമ്മൾ ഇങ്ങനെ ഒന്ന് ധ്യാനിക്കുക. നമുക്ക് എന്താണ് നഷ്ടപ്പെട്ടത് എന്ന് അറിയണമെങ്കിൽ അത് ഉള്ളവരുടെ മുന്നിൽ ചെന്ന് കഴിയുമ്പോഴാണ് നമുക്കുള്ള നഷ്ടങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുന്നത്. നമുക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ ഉള്ളത് നമ്മൾ അറിയുന്നത് അത് ഉള്ള ഒരാളുടെ അടുത്ത് നിൽക്കുമ്പോഴാണ്. ഓ, നമുക്കിതൊക്കെ ഇല്ലോ, ഇത് നഷ്ടപ്പെട്ടു പോയല്ലോ. നമ്മളെപ്പോഴും മറ്റൊരാളുടെ ജീവിതത്തെ വെച്ച് കമ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മുടെ കുറവ്, നമ്മുടെ ബലഹീനത നമ്മൾ തിരിച്ചറിയുന്നത്. നമ്മൾ ചെറുപ്പത്തിലെ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ കുട്ടിയായിരിക്കും മുതൽ നമ്മളെല്ലാം താരതമ്യം ചെയ്യും. വീട്ടിൽ 2 മക്കളുണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇത് 2 മക്കളും ഒരേ സെക്സിൽ പെട്ടവരാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകും. ഒന്നെങ്കിൽ 2 ആൺകുട്ടികൾ അല്ലെങ്കിൽ 2 പെൺകുട്ടികൾ. ഒരു ഉടുപ്പ് മേടിച്ചാൽ, ഒരു ബാഗ് മേടിച്ചാൽ, അല്ലെങ്കിൽ ഒരു കുട മേടിച്ചാൽ, എന്തു മേടിച്ചാലും ചേട്ടൻ്റെ നല്ലത്, എൻ്റെ നല്ലത്, അല്ലെങ്കിൽ അവക്കടെ മെച്ചം എൻ്റെ കൊള്ളില്ല. അപ്പം നമ്മൾ ഭൗതികമായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. അതില്ല, ഇതില്ല. പരാതികളുടെ കണക്ക് ഇഷ്ടം പോലെ പറയുന്നവരാ ആണല്ലോ. ഇല്ല 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 എന്ന് പറഞ്ഞതിൽ വലിയ കുറവുണ്ടോ? എന്തെങ്കിലും ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ടോ? ഉണ്ടോ? പണ്ടൊരു കെട്ടിയോനോട് പറയുക, എൻ്റെ പൊന്നു ചേട്ടാ, ഇവിടെ ഒന്നുമില്ല. ഇവിടെ മല്ലിപ്പൊടിയില്ല, ഇവിടെ മുളക് പൊടിയില്ല, ഇവിടെ പഞ്ചസാരയില്ല, ഇവിടെ തേയിലയില്ല, ഇവിടെ ഇല്ല. ഇത് കേട്ടിട്ട് ചേട്ടന്മാർക്ക് ഇത് കേൾക്കുമ്പോൾ ചൊറിയും അല്ലേ? വീട്ടിലേക്ക് വന്ന് കയറിയുള്ളൂ. അപ്പോഴത്തേക്കും ഭാര്യയ്ക്ക് പറയാനുള്ളത് ഈ ഇല്ലാത്തൻ്റെ കണക്കാ. അപ്പൊ ഭർത്താവ് പറഞ്ഞു, ഈ ഇല്ല ഇല്ല എന്നല്ലാണ്ട് എന്തെങ്കിലും ഉണ്ടെന്ന് നീ ഇതുവരെ ഇവിടെ വന്ന് കയറിയിട്ട് 20 വർഷമായി, ഇതുവരെ നീ ഇല്ല ഇല്ല എന്നല്ലാണ്ട് ഉണ്ടെന്ന് എന്തെങ്കിലും. ഭാര്യ പറഞ്ഞു, എന്നാ പിന്നെ ഉണ്ടെന്ന് പറയാം. പഞ്ചസാര ഇല്ലായ്മയുണ്ട്, മുളക് പൊടി ഇല്ലായ്മയുണ്ട്, തേയില ഇല്ലായ്മയുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നമ്മളെല്ലാവരും ഇല്ല പരാതികൾ പറയുന്നവരാ. ഉള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തയില്ല. ഭൗതികമായിട്ട് നഷ്ടപ്പെട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ ആത്മീയമായിട്ട് നഷ്ടപ്പെട്ടു പോയത് പലതും നമ്മൾ തിരിച്ചറിയുന്നില്ല. എൻ്റെ പേര് അനൂപ് ജോൺ. ഞാൻ ട്രിവാൻഡ്രം കഴക്കൂട്ടത്തു നിന്നാണ് വരുന്നത്. മാനസികമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ പപ്പ പറഞ്ഞത് ഇന്ന് പോട്ടോയിൽ പോയി ഒന്ന് ധ്യാനം കൂടാൻ. ഞാൻ ഒരു 10 വർഷത്തിന് മുമ്പ് ധ്യാനം കൂടിയിട്ടുണ്ടായിരുന്നു. അന്ന് വലിയ പ്രായമില്ലാത്തത് കൊണ്ട് നമുക്ക് അതിൻ്റെ തിരിച്ചറിവുകൾ വളരെ കുറവായിരുന്നു. പക്ഷേ ഇന്ന്
വചനത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സത്യങ്ങൾ ഞാൻ തിരിച്ചറിഞ്ഞു. ആത്മീയമായിട്ടുള്ള സ്ഥാനങ്ങൾ ആർക്കാണ് കൂടുതൽ കൊടുക്കേണ്ടതെന്നും നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്ന വേദനകളൊക്കെ നമുക്ക് സപ്പോർട്ടീവായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് ആരാണെന്നും, അതേപോലെ നമുക്ക് അളവില്ലാത്ത സ്നേഹം കാണിക്കേണ്ട സ്ഥലം എവിടെയാണെന്നും കൂടുതൽ അറിവ് കിട്ടിയിട്ടുണ്ട്. അപ്പം എന്നെപ്പോലെ ആരാണെങ്കിലും ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് അച്ഛൻ്റെ വചനം കേട്ട് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ മാറുമെന്ന് എനിക്ക് മനസ്സിലായി. അതിൻ്റെ ഒരു തെളിവാണ് ഞാൻ. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാക്കി സാക്ഷ്യപ്പെടുത്തിയിട്ട് ഞാൻ ഒന്നും കൂടെ ഇവിടെ വരുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. മേരേ മനോജ്ഞേ ദൈവമാതാവേ, പാപികൾക്കാശ്രയം നീയേ, ഞങ്ങൾക്കഭയം നീയേ, ഞങ്ങൾക്കഭയം നീയേ. ഞാൻ എൻ്റെ ആസക്തികളെയും ആഗ്രഹങ്ങളെയൊക്കെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് എനിക്ക് കിട്ടുന്ന കൂട്ടുകാരുമായിട്ട് അടിച്ചു പൊളിച്ച് ഇങ്ങനെ ജീവിക്കും. ഓരോ പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ അമ്മ എന്നോട് പറയും, മക്കളെ നിങ്ങൾ ഇങ്ങനെ നശിക്കുന്നത് കാണാൻ ഞാൻ ഉണ്ടാവില്ല കേട്ടോ, ഇങ്ങനെ തന്നെ ജീവിക്കുകയാണെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, അമ്മ ജീവിച്ചത് മുഴുവനും ഞങ്ങൾക്കൊരു നല്ല ജീവിതം ഉണ്ടാകാനും ഞങ്ങൾ നല്ല മക്കളായിട്ട് വളരാനും വേണ്ടിയാണ്. എന്നാൽ ഞങ്ങളെ ആകർഷിച്ച ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ, ലഹരികൾ ഞങ്ങളെ അമ്മയുടെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നില്ല. ഞാൻ പാലക്കാടിനാണ് വരുന്നത്. എൻ്റെ പ്രായം 59 വയസ്സായി. 59 വയസ്സായിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു ധ്യാനം കൂടുന്നത്. ഇപ്പം എനിക്ക് ആലോചിച്ച് നോക്കുമ്പം ഇതൊരു വലിയ ഒരു നഷ്ടമായിട്ടാണ് തോന്നുന്നു. ഈ ധ്യാനം കൂടുക പറഞ്ഞാൽ ഇത് ഒരു 10-30 വർഷം മുമ്പ്, അതായത് എൻ്റെ ഒരു 25-30 വയസ്സിൽ തന്നെ ഈ ധ്യാനം കൂടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതം അത്ഭുതകരമായിട്ട് മാറ്റിമറിക്കുന്ന കഴിവുള്ള ഒരു ഫ്രീ ആയിട്ട്, അത് പ്രത്യേകം പറയണം, ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ശുശ്രൂഷയാണ്. അതേപോലെ പനക്കലച്ചൻ്റെ ഇതൊക്കെ പ്രഭാഷണമൊക്കെ കേൾക്കുമ്പോഴേ അതൊന്നും നമുക്ക് പുസ്തകത്തിലൊന്നും വായിച്ച് കിട്ടില്ല, പുസ്തകത്തിലൊന്നും പഠിക്കാൻ പറ്റില്ല. അതുപോലെ അത് വളരെ ഗോൾഡൻ വേർഡ്സാണ്. നേരിട്ട് ഞാൻ കണ്ടു. എല്ലാം എത്ര ആൾക്കാർ നടക്കാൻ പറ്റാതെ വീൽ ചെയറിൽ വന്നവരൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ വെറുതെ പറയുന്ന ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ നേരിട്ട് കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര ഇതൊരു അത്ഭുതമാണ്. സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് കൂടുതലുള്ള ഈ കാലഘട്ടത്തിൽ നമ്മുടെ പിള്ളേർക്ക് ഒരു സംരക്ഷണം പറഞ്ഞാൽ നമുക്ക് പാരൻസൊന്നും നമുക്ക് റൗണ്ട് ദി ക്ലോക്ക് കൊടുക്കാൻ പറ്റില്ല. 15 തൊട്ട് 25 വയസ്സ് വരെ ആ സമയത്ത് അവർ ശരിക്കും ഇങ്ങനെ ഒരു ധ്യാനം കൂടണം. അങ്ങനെ കൂടുമ്പം ഇത് ഒരു നാച്ചുറൽ സെക്യൂരിറ്റിയാണ്, സംരക്ഷണം. പ്രത്യേകിച്ച് ഈ പണിക്കലച്ചനൊക്കെ പറയുമ്പം നമുക്ക് എന്താ അത് ചങ്കിലാണ് കൊള്ളുന്നത്. നമ്മുടെ ജീവിതത്തിൽ കുറേ നമ്മൾ വേസ്റ്റ് ചെയ്തല്ലോണ്ടാണ്. ഒരു 30 വർഷം മുമ്പേ കൂടേണ്ടതാണ്. എല്ലാ പേരൻസും ഒന്ന് പിള്ളേരെയും പെൺകുട്ടികളെയും ആൺകുട്ടികളെയും എല്ലാവരെയും കൂടി ധ്യാനം ഓടിപ്പിക്കണം കേട്ടോ. എത്ര ധ്യാനം കൂടിയതാ നമ്മൾ കൂടിയ ധ്യാനത്തിന്റെ എണ്ണം മാലാഖമാര് പോലും കൂടിയിട്ടുണ്ടാവില്ല. സ്വർഗത്തിലെ മാലാഖമാരെ അമ്പരപ്പിക്കുന്ന വിധത്തിൽ ധ്യാനങ്ങൾ കൂടിയിട്ടുള്ളവരാണ് നമ്മളിരിക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത. നമുക്ക് അറിവ് കിട്ടിയാൽ, ബോധ്യം കിട്ടിയാൽ, അനുഭവം കിട്ടിയാൽ വന്നത് നന്നായി എന്നല്ല, എന്നെ കൊണ്ടുവന്നത് ഈശോയാണ് എന്ന തോന്നലിൽ നമുക്ക് ഉറക്കം വരാതെ ധ്യാനം കൂടാൻ പറ്റും. ദൈവം എത്രമാത്രമാണ് മനുഷ്യനെ കരുതുക. എന്തു തിന്നുമെന്നും എന്ത് കുടിക്കുമെന്നും ഓർത്ത് ആകുലപ്പെടേണ്ട. അതിനെപ്പറ്റിയൊക്കെ അങ്ങനെയൊക്കെ ആകുലപ്പെടുന്നത് വിജാതീയരാണെന്ന് മത്തായിയുടെ സുവിശേഷം 6:31 മുതലുള്ള വാക്യങ്ങളിൽ ക്രിസ്തു പഠിപ്പിച്ചതാ. നിങ്ങൾ അങ്ങനെയൊന്നും ആകുലപ്പെടണ്ട. യേശു എന്തിനെ കുറിച്ച് ആകുലപ്പെടണ്ട എന്ന് പറഞ്ഞു? അതിനെ ഓർത്തുള്ള ആകുലതയാ ഇന്ന് പല മനുഷ്യനും. എന്നാൽ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു വെച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:33 നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളതെല്ലാം നിങ്ങൾക്ക് ചേർത്ത് കിട്ടും. എൻ്റെ പേര് മിനിമോൾ മാത്യു. ഞാൻ കോട്ടയം ജില്ലയിലെ അയർക്കുന്നം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ 90കളിൽ ഇവിടെ ധ്യാനം കൂടിയിട്ടുണ്ട്. അന്ന് ഒത്തിരി ആത്മസന്തോഷം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏപ്രിൽ മാസത്തിൽ ഈസ്റ്റർ ദിനങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരാഴ്ച ഞങ്ങൾ കുടുംബസമേതം. അപ്പം അന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചു. ഈ ഒരാഴ്ച ഞാൻ തന്നെയാണ് ധ്യാനിക്കുന്നത്. അപ്പോൾ
എനിക്ക് 5 വർഷമായിട്ട് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറഞ്ഞ അസുഖത്തിന് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പം എൻ്റെ 2 പാദങ്ങളിലെയും 10 വിരലും മരച്ചിരിക്കുകയാണ്. അപ്പം ഇവിടെ വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തതിന് ശേഷം ആ 10 വിരലുകൾക്കും ജീവൻ കിട്ടി. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. അപ്പൊ എല്ലാ പ്രസംഗത്തിലും ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കില്ല. എന്തിനെക്കുറിച്ച് പ്രസംഗിക്കണം? ദൈവവചനം പ്രസംഗിക്കപ്പെടുന്നിടത്ത്, ദൈവവചന അത് പ്രഘോഷിക്കപ്പെടുന്നിടത്ത്, ദൈവത്തിൻ്റെ വചനം ദൈവത്തെക്കുറിച്ച് യേശുക്രിസ്തുവിനെ പറ്റി സംസാരിക്കുന്നിടത്ത് അത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നു. ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പേര് വിജയലക്ഷ്മി. ഞാൻ മഞ്ചേരിയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ ഈ ആഴ്ചയിൽ ഇവിടെ ധ്യാനം കൂടാൻ വരുമ്പോൾ എനിക്ക് ഒത്തിരിയേറെ ഭാരപ്പെട്ട മാനസിക സംഘർഷങ്ങളുമായിട്ടായിരുന്നു വന്നത്. ഇപ്പോൾ എനിക്ക് വലിയ സന്തോഷവും സമാധാനവും കർത്താവിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തു എന്ന് നമ്മൾ കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടിയാണ് അവൻ മുറിവേൽപ്പിക്കപ്പെട്ടത്. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടിയാണ് അവൻ ക്ഷതം ഏൽപ്പിക്കപ്പെട്ടത്. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. എൻ്റെ പേര് റോസിലി അലക്സ്. ഞാൻ കോട്ടയം ജില്ലയിലെ ഭരണങ്ങാനത്തു നിന്ന് വരുന്നു. വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്നതായിരുന്നു ഇവിടെ ഒരു ധ്യാനം കൂടണമെന്ന്. പല പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് എനിക്ക് ധ്യാനം കൂടാൻ കിട്ടിയത് വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. കാരണം ഇത് കൂടിയില്ലെങ്കിൽ എൻ്റെ ജന്മം തന്നെ പാഴായി പോകുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ അനുഗ്രഹപ്രദമായ ഈ ഒരു ധ്യാനത്തിൽ നമ്മുടെ ഐഡൻറ്റിറ്റി തന്നെ മാറ്റിമറിച്ചു. അങ്ങനെയാണ് എനിക്കൊരു ഫീലിംഗ് ഉണ്ടായത്. അതായത് നമുക്ക് സ്വർഗീയ ഒരു പിതാവുണ്ട്, നമ്മളെല്ലാം പിതാവിൻ്റെ മക്കളാണെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായി. അതുപോലെ തന്നെ എല്ലാവരോടും ക്ഷമിക്കുവാനും ക്ഷമ കൊടുക്കുവാനും ക്ഷമ സ്വീകരിക്കുവാനും അതുവഴി നല്ല അനുഗ്രഹം ഉണ്ടാകുവാനും ഉള്ള അനുഗ്രഹം ലഭിച്ചു. നല്ല കുമ്പസാരം ചെയ്യാൻ ഉള്ള അനുഗ്രഹം ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ നിമിഷം വരെ ആയിരുന്ന വേദിയല്ലിത്. സ്വർഗം നമ്മുടെ മധ്യത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ കർത്താവ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് നമ്മെ സുഖപ്പെടുത്തുവാനാണ്. ഓരോ സമയവും പ്രത്യേക ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളുമുണ്ട് കർത്താവിന്. വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. കർത്താവിതാ നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളുന്നു. കരങ്ങൾ ഉയർത്തി ആരാധന, കരങ്ങൾ വീശി ആരാധന, ദൈവമേ ആരാധന, 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 ദൈവമേ ആരാധന. Divine, divine, divine blessing, divine, divine, divine. പ്രൈസ് ദി ലോർഡ്. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഈ ഒരാഴ്ച ധ്യാനം കൂടി വചനം കേട്ട് ദൈവാനുഭവത്താൽ നിറഞ്ഞ് വലിയ ആത്മീയമായ നിറവും നല്ല സന്തോഷത്തോടും കൂടിയാണ് ഇന്ന് ഭവനത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പോകുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം വചനത്തിലൂടെ സംസാരിച്ച കർത്താവിൻ്റെ അത്ഭുതകരമായ സ്പർശനം ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെ മേഖലകളിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ കൃപയിൽ എന്നും നിലനിൽക്കാനായിട്ട് സാധിക്കണം. ഈ കൃപയിൽ നിലനിൽക്കുവാനും നമ്മുടെ ജീവിതം ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അനേകരെ രക്ഷയിലേക്കും സന്തോഷത്തിലേക്കൊക്കെ നയിക്കാനായിട്ട് സാധിക്കണം. നിങ്ങളുടെ ജീവിത സാക്ഷ്യമാണ് നിങ്ങളെ കണ്ട്
ഇനിയുള്ള ആഴ്ചകളിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് അനേകരെ ആകർഷിക്കാനായിട്ട് പ്രേരണ നൽകുന്നത്. ലഭിച്ചതായിട്ടുള്ള കൃപയിൽ നിലനിൽക്കണമെങ്കിൽ, അതിൽ വളരണമെങ്കിൽ കർത്താവിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 7-ാം തിരുവചനം. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ കർത്താവിൽ തന്നെയാണ്. ദൈവത്തിൽ ആശ്രയിക്കുക. ബുദ്ധിയുടെ തലത്തിൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും, ഞാൻ ചില പാപത്തിൻ്റെ തഴക്കങ്ങളെ ഉപേക്ഷിച്ചു, ദുശീലത്തിൻ്റെ ചില പ്രവണതകളെ ഉപേക്ഷിച്ചു, തെറ്റായ ചില ബന്ധങ്ങളെ ഉപേക്ഷിച്ചു, എനിക്ക് എങ്ങനെയാണ് ഇനി അതിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നത്? ബുദ്ധിയുടെയും ചിന്തയുടെയും തലത്തിൽ നിങ്ങൾ നോക്കിയാൽ ഒരിക്കലും നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. എന്നാൽ ബുദ്ധി തന്ന, അറിവ് തന്ന, കഴിവ് തന്ന കർത്താവ്, ആ കർത്താവ് നമ്മുടെ ബുദ്ധിക്കും ചിന്തയ്ക്കും അതീതമായ കാര്യങ്ങൾ അനുദിന ജീവിതത്തിൽ നടത്തും. ഈ അനുദിന ജീവിതത്തിൽ നടത്തുന്ന കർത്താവിൽ നീ ആശ്രയിക്കുകയും കർത്താവിൻ്റെ ശക്തിയിൽ മുറുകെ പിടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ദൈവം നിന്നെ നയിക്കുകയും പരിപാലിക്കുകയും ചെയ്യും. ആ നയിക്കുന്ന, പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുമ്പോൾ അവൻ്റെ വിജയപ്രതീക്ഷ, അനുഗ്രഹത്തിൻ്റെ പ്രതീക്ഷ, ഉയർച്ചയുടെ പ്രതീക്ഷ അത് കർത്താവിൽ തന്നെ ആയിരിക്കും. ഈ വചനം നിങ്ങൾക്ക് ശക്തിയും കോട്ടയും സംരക്ഷണമായിരിക്കട്ടെ. എല്ലാവരെയും ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ കൈപിടിച്ച് നടത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നല്ല നാളുകൾ ആശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.